പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ബഡ്ജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബജറ്റ് എന്നുള്ള പദം വരുമാനം, ഉപഭോക്താവിന്റെ വരുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നും ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത് ഉപഭോക്താവിന്റെ കയ്യിലുള്ള വരുമാനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വാങ്ങാൻ സാധിക്കുന്ന 2 സാധനങ്ങളുടെ കുറെ കൂട്ടങ്ങളെ, കളക്ഷനെയാണ് ബജറ്റ് സെറ്റ് എന്ന് വിളിക്കുന്നത് എന്നും ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വാങ്ങാൻ കഴിയുന്ന 2 സാധനങ്ങൾ, നിലവിലുള്ള വരുമാനം എത്രയാണോ അതിന് തുല്യമായി മുഴുവൻ സംഖ്യയും ചെലവാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് വാങ്ങാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ കൂട്ടത്തെ കൂട്ടിയോജിപ്പിച്ച് വരയ്ക്കുന്ന ചിത്രത്തെ, നേർരേഖയെയാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിരുന്നു. ബജറ്റ് ലൈൻ കൺസ്ട്രെയിനിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ബജറ്റ് ലൈൻ ഇക്വേഷനെ കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം ബജറ്റ് ലൈൻ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതേ രൂപത്തില് ഒരു ബജറ്റ് ലൈൻ എങ്ങനെയാണ് വരക്കുന്നത്, താഴെ ഒന്നാമത്തെ കുട്ടിനെയും രണ്ടാമത്തെ അക്ഷത്തില് y ആക്സിസിൽ രണ്ടാമത്തെ കുട്ടിനെയും അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു ബജറ്റ് ലൈൻ വരക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ആ ബജറ്റ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് x അക്ഷത്തിൽ എവിടെയാണ് കൂട്ടിമുട്ടുന്നത്, y അക്ഷത്തിൽ എവിടെയാണ് കൂട്ടിമുട്ടുന്നത്, അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. x അക്ഷത്തിൽ കൂട്ടിമുട്ടുന്നതിനെ നമ്മൾ വിളിച്ച പേര് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്നായിരുന്നു. y അക്ഷത്തിൽ കൂട്ടിമുട്ടിയ പോയിന്റിനെ നമ്മൾ വിളിച്ചിരുന്ന പേര് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്നുള്ളതായിരുന്നു. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന സമവാക്യം ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു m ഡിവൈഡ് ബൈ p1 എന്നും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു m ഡിവൈഡ് ബൈ p2 എന്നുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും കാലം ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഒന്നുകൂടെ ഞാൻ ബജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതുന്നു. P1x1 പ്ലസ് P2x2 ഈസ് ഈക്വൽ ടു m. ഇവിടെ P1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വസ്തുവിന്റെ വില, P2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വസ്തുവിന്റെ വില, m എന്ന് പറയുന്നത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഉപഭോക്താവിന്റെ വരുമാനം, നമുക്കറിയുന്നതാണ്. അവിടെ x1 x2 എന്ന് പറയുന്ന 2 വേരിയബിൾ ഉണ്ടല്ലോ. അതെന്തായിരുന്നു? x1 എന്ന് പറയുന്നത് ഒന്നാമത്തെ വസ്തു എത്ര അളവാണ്, എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഒരു ഉപഭോക്താവ് വാങ്ങുന്നത്, അതാണ് x1 പറയുന്നത്. ഇവിടെ ബജറ്റ് ലൈൻ വരച്ചപ്പോ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് നമ്മൾ കണ്ടു. ഇപ്പോ ഒരു എക്സാമ്പിളിൽ m ഈസ് ഈക്വൽ ടു 12 നമ്മൾ ചെയ്തതാണ്. P1 ഈസ് ഈക്വൽ ടു 2, P2 ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു പോയിന്റ് അത് എത്രയാണ്? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണുന്ന സമവാക്യം m ഡിവൈഡ് ബൈ p1 ആണ്. 12 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 6. ഈ 6 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വസ്തു when income is equal to 12 and the price of first good is equal to 2, then how much of good one that we can purchase? വില 2 രൂപയും ഒന്നാമത്തെ വസ്തുവിന്റെ വില 2 രൂപയും രണ്ടാമത്തെ വസ്തുവിന്റെ വില 3 രൂപയും വരുമാനം 12 രൂപയും ആയിരിക്കുന്ന സമയത്ത് ഒന്നാമത്തെ വസ്തുവിനെ മാത്രം നമ്മൾ വാങ്ങുന്നു. ഏത് വാങ്ങുന്നില്ല? രണ്ടാമത്തെ വസ്തു വാങ്ങുന്നില്ല. ഒന്നാമത്തെ വസ്തു മാത്രം വാങ്ങുന്നു. നമ്മുടെ ഒന്നാമത്തെ വസ്തു വാങ്ങുന്ന അളവ് എത്രയാണ് അത് കണ്ടെത്തുന്നത് എങ്ങനെയായിരിക്കും? നോക്കൂ, P1 x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു m എന്നാണ് തന്നിട്ടുള്ളത്. P1 ഒന്നാമത്തെ വസ്തുവിന്റെ വില നമ്മൾ 2 ആയതുകൊണ്ട് ഇവിടെ 2 എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2x1 പ്ലസ് 3x2 ഈസ് ഈക്വൽ ടു 12 എന്നാണ് തന്നിട്ടുള്ളത്. രണ്ടാമത്തെ വസ്തു നമ്മൾ വാങ്ങുന്നില്ല. ദാറ്റ് മീൻസ് the quantity of good 2, that is x2 is equal to 0.
രണ്ടാമത്തെ വസ്തു നമ്മൾ ഒന്നും വാങ്ങുന്നില്ല, x2 0 ആവുന്നു. 3 into x0 is equal to 0. രണ്ടാമത്തെ വസ്തു നമ്മൾ വാങ്ങുന്നില്ല, നമ്മുടെ കയ്യിലുള്ള 12 രൂപയും ഉപയോഗിച്ചുകൊണ്ട് ഒന്നാമത്തെ വസ്തുവാണ് വാങ്ങുന്നത് എങ്കിൽ ഒന്നാമത്തെ വസ്തു എത്ര അളവാണ് വാങ്ങുന്നത്? ദാറ്റ് ഈസ് 2x1 is equal to 12. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിലുള്ള വരുമാനം 12 രൂപയാണ്, 2 ആണ് അതിന്റെ വില. അങ്ങനെയാണെങ്കിൽ 2x1 is equal to 12. x1 ഒന്നാമത്തേത് എത്ര അളവാണ് നമുക്ക് വാങ്ങാൻ കഴിയുക? എങ്ങനെ കിട്ടുക? ആകെയുള്ള വരുമാനം 12, ഒന്നാമത്തേതിന്റെ വില 2 രൂപയുമാണെങ്കിൽ 12 ഈ ഒരു 2x1 ആയിരുന്നു. ഈ ഒരു 2നെ ഇക്വേഷന്റെ മറു സൈഡിലേക്ക് പോകുന്നു. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ 2x1 എന്നായിരുന്നു. മൾട്ടിപ്ലിക്കേഷൻ ഇക്വേഷന്റെ സമത്തിന്റെ മറു സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ എന്തായി മാറുന്നു? ഡിവിഷനായി മാറുന്നു. ഗുണനം എന്നുള്ളത് മറു സൈഡിലേക്ക് പോകുമ്പോൾ ഹരണമായി മാറുന്നു. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന 2വിനെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഇവിടെ 2x1 ആണ്, 2x1 ആണ്. അത് മറു സൈഡിലേക്ക് പോകുമ്പോൾ അത് ഹരണമായി മാറുന്നു, ഡിവിഷനിലേക്ക് പോകുന്നു. 12 divided by 2 is equal to 6. നമുക്ക് ലഭിച്ച 6 അങ്ങനെയാണ്. അപ്പൊ x1 എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു x1 എന്ന് എടുക്കാനുള്ള കാരണം പലപ്പോഴും പരീക്ഷയിലും ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന പ്രോബ്ലങ്ങളിലും ഒക്കെ പല ആളുകളും തെറ്റ് വരുത്താനുള്ള ഒന്ന് ഇതാണ്. ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയ ഈ 6 എന്ന് പറയുന്നത് എന്തല്ല, വിലയല്ല, പകരം ഏതാണ്? എക്സ് ആണ്, ക്വാണ്ടിറ്റിയാണ്, അളവിനെയാണ് നമ്മൾ അവിടെ അടയാളപ്പെടുത്തുന്നത്. എക്സ് അക്ഷത്തിൽ അടയാളപ്പെടുത്തുന്നു, അതേപോലെ വൈ അക്ഷത്തിലും അടയാളപ്പെടുന്നത് അങ്ങനെയാണ്. വൈ അക്ഷത്തിലാണെങ്കിൽ എന്താ വരിക? നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ 6 കിട്ടിയത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 2x1 ഇവിടെ രണ്ടാമത്തെ വസ്തു വാങ്ങുന്നില്ല, ഒന്നാമത്തെ വസ്തു മാത്രമേ വാങ്ങുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഒഴിവാക്കിയത്. 0 ആണ്. 3 into 0 ആയതുകൊണ്ടാണ് ഇതിനെ ഒഴിവാക്കി. 2x1 is equal to 12 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x1 is equal to 12 divided by 2, that is 6. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ 6നെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി y അക്ഷത്തിൽ രണ്ടാമത്തെ വസ്തു നമ്മൾ എത്രയാണ് വാങ്ങുന്നത്? ഈ സമവാക്യം ഉപയോഗിച്ചിട്ട് നോക്കൂ. ഇവിടെ നമ്മൾ ഒന്നാമത്തെ വസ്തുവിനെ വാങ്ങുന്നില്ല, നമ്മളെ കയ്യിലുള്ള മുഴുവൻ പണം ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത്തെ വസ്തുവിനെ വാങ്ങുന്നുവെങ്കിൽ രണ്ടാമത്തെ വസ്തുവിന്റെ വില 3 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 3x2. ഒന്നാമത്തെ വസ്തു വാങ്ങുന്നില്ല, അപ്പൊ ഒന്നാമത്തിന്റെ ക്വാണ്ടിറ്റി x1 എത്രയാ? 0 ആണ് വരിക. 2 into 0 എന്ന് പറഞ്ഞാൽ 0. അതുകൊണ്ട് ഒന്നാമത് നമ്മൾ വാങ്ങുന്നില്ല. ഏത് മാത്രമാണ് വാങ്ങുന്നത്? രണ്ടാമത്തെ വസ്തു മാത്രം വാങ്ങുന്നു. സോ 3x2 is equal to 12. Then രണ്ടാമത്തേത് എത്രയാണ് വാങ്ങുന്നത്? x2 is equal to എങ്ങനെ വരിക? 12 divided by 3 is equal to 4. So the vertical intercept is 4, or x2, the quantity of good to a consumer purchases. ഒരു കൺസ്യൂമർ, ഒരു ഉപഭോക്താവ് വാങ്ങുന്ന രണ്ടാമത്തെ വസ്തുവിന്റെ അളവ്, വിലയല്ല, രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് എന്ന് പറയുന്നത് x2 എന്ന് പറയുന്നത് എത്രയാ? 4. ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് 6, രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് 4. വിലയല്ല, വിലയെ നമ്മൾ അടയാളപ്പെടുത്തുന്നില്ല. അടയാളപ്പെടുത്തുന്നത് ഏതിനെ മാത്രമാണ്? അളവിനെയാണ് അടയാളപ്പെടുത്തുന്നത്, വിലയെ അടയാളപ്പെടുത്തുന്നില്ല. ബജറ്റ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അടയാളപ്പെടുത്തുന്നത് വിലയെയല്ല, പ്രൈസിനെയല്ല, പകരം ക്വാണ്ടിറ്റിയെയാണ്, അളവിനെയാണ്, എക്സിനെയാണ്. അപ്പൊ ഏതൊക്കെ അടയാളപ്പെടുത്തുന്നുണ്ടാവും? എക്സ് അക്ഷത്തിൽ x1നെയും y അക്ഷത്തിൽ x2വിനെയുമാണ് അടയാളപ്പെടുത്തുന്നത്. അതും മറക്കരുത്. എക്സ് അക്ഷത്തിൽ എപ്പോഴും അടയാളപ്പെടുത്താനുള്ളത് ഒന്നാമത്തെ കുട്ടിനെയാണ്, y അക്ഷത്തിൽ എപ്പോഴും അടയാളപ്പെടുത്താനുള്ളത് രണ്ടാമത്തെ കുട്ടിനെയാണ്. നമ്മൾ സമവാക്യം എഴുതുമ്പോൾ മാറാതിരിക്കാൻ നമ്മൾ ഇനി ഇതിന്റെ ചെരിവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ സമവാക്യം മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എക്സ് അക്ഷത്തിലാണ് ഒന്നാമത്തെ കുട്ടിനെ അടയാളപ്പെടുത്തുന്നത്, y അക്ഷത്തിലാണ് രണ്ടാമത്തെ കുട്ടിനെ അടയാളപ്പെടുത്തുന്നത്.
ശരി, അങ്ങനെയാണെങ്കിൽ x1 എത്ര, x2 എത്ര, ഇത് കണ്ടെത്തുക എന്ന് പറഞ്ഞ് ചോദ്യം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണുക, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണുക എന്ന ചോദ്യത്തിന് പകരം x1 എത്രയാണ്, x2 എത്രയാണ് എന്ന് കാണാൻ ചോദ്യങ്ങൾ വരാറുണ്ട്. അങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ചോദ്യം കൂടെ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒന്നുകൂടി നോക്കാം. വരുമാനം എന്ന് പറയുന്നത് m is equal to 20, P2 is equal to 2, P2 is equal to 4 എന്ന വ്യത്യാസം. P1 മാറ്റിയിട്ടില്ല, 2 തന്നെയാണ്. P2 എന്നുള്ളത് 4 വരുമാനം എന്ന് പറയുന്നത് 20. കാൽക്കുലേറ്റ് x1 ആൻഡ് x2. x1ഉം x2ഉം കാണുക. x1 കാൽക്കുലേറ്റ് x1 when x2 is equal to 0. x2 0 ആയിരിക്കുന്ന സമയത്ത് x1നെ കാണുക. Then അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് x2 when x1 is equal to 0. x1 0 ആയിരിക്കുന്ന സമയത്ത് x2 കാണുക. ആദ്യം പറഞ്ഞത് x1 കാണുക, x2 0 ആയിരിക്കുന്ന സമയത്ത്. അപ്പോ P1 x1 പ്ലസ് P2 x2 is equal to m. ഇതാണ് നമ്മുടെ സമവാക്യം. അതിൽ x2 0 ആകുമ്പോൾ ഇതെന്തായി, മൊത്തത്തിൽ 0 ആയി മാറി. P1 x1 is equal to m. അവിടെ x1 കാണുകയാണ് വേണ്ടത്. P1 2 x1 is equal to 20. അങ്ങനെയാണെങ്കിൽ x1 is equal to 20 divided by 2 is equal to 10. സിമ്പിൾ ആണ്. Then നേരെ തിരിച്ച് കാൽക്കുലേറ്റ് x2 കാണാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാം, P1 x1 പ്ലസ് P2 x2 is equal to m. അവിടെ ഇനി നമ്മൾ കാണേണ്ടത് ഏതാ, x2 ആണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ x1 എന്തായിരിക്കും, x1 0 ആയിരിക്കുമ്പോ x2 എത്രയാണ്. Then P2 x2 is equal to 20. അങ്ങനെയാണെങ്കിൽ x2 is equal to 20 divided by പ്രൈസ് എത്ര ചെയ്യുന്നു, രണ്ടാമത്തേതിന്റെ വില 4 ആണ്. 20 divided by 4, 20/4 is equal to 5. അപ്പൊ അങ്ങനെയാണെങ്കിൽ y അക്ഷത്തിൽ നമ്മൾ അടയാളപ്പെടുത്തേണ്ടി വരുന്നത് 5നെ ആയിരിക്കും. x അക്ഷത്തിൽ നമുക്ക് അടയാളപ്പെടുത്തേണ്ടി വരിക എത്രയായിരിക്കും, 10നെയാണ്. അപ്പൊ അങ്ങനെ x1 കാണുക, x2 കാണുക എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റും. അതിനേക്കാൾ അപ്പുറമായി നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ x അക്ഷത്തിൽ അടയാളപ്പെടുത്തുന്നത് x1 ആയിരിക്കും, y അക്ഷത്തിൽ അടയാളപ്പെടുത്തുന്നത് x2 ആയിരിക്കും. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകുന്നു. അടുത്ത കോൺസെപ്റ്റ് സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ ആണ്. ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവ്. ഇപ്പൊ കണ്ടില്ലേ, ബഡ്ജറ്റ് ലൈനിന്റെ ഒരു ചെരിവ് കാണുന്നുണ്ടല്ലോ. ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവ്, സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ കാണാൻ ഒരു സമവാക്യമുണ്ട്. നമുക്ക് ആ സമവാക്യം നേരത്തെ എഴുതാം. ആദ്യം സമവാക്യം പറയാം. സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ഈസ് ഈക്വൽ ടു മൈനസ് P1 മൈനസ് P1 ഡിവൈഡഡ് ബൈ P2. ഇതാണ് ബഡ്ജറ്റ് ലൈൻ കാണാനുള്ള സമവാക്യം. സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ ഈസ് ഈക്വൽ ടു മൈനസ് P1 ഡിവൈഡഡ് ബൈ P2. എന്താണ് ഈ സ്ലോപ്പ്, ചെരിവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോക്കൂ, ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവ് എന്ന് പറയുന്നത് ഇവിടെ തൽക്കാലം ഇവിടെ 1, 2 എന്ന് ഞാൻ പേര് കൊടുക്കുകയാണെങ്കിൽ, ആദ്യം നമ്മൾ ഒരു യൂണിറ്റ് ഗുഡ് വണ്ണും ഒരു 3 യൂണിറ്റ് ഗുഡ് ടൂവുമാണ് കൺസ്യൂം ചെയ്ത് വിചാരിച്ചോ. ഇവിടെ നമ്മൾ അടയാളപ്പെടുന്നത് ഗുഡ് ടു ആണ്. 3 യൂണിറ്റ് ഗുഡ് ടൂവും 1 യൂണിറ്റ് ഗുഡ് വണ്ണുമാണ് നമ്മൾ കൺസംഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് 1 യൂണിറ്റ് കൂടി ഗുഡ് വൺ നമ്മൾ കൂടുതൽ കൺസംഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ, ഒരു ഉപഭോക്താവിന് നേരത്തെ ഗുഡ് വൺ 1 ഉപയോഗിച്ചിരുന്നത്, 1 ഗുഡ് കൂടെ വേണം. രണ്ടാമത്തെ ഗുഡ് അദ്ദേഹത്തെ കൺസംഷൻ നടത്തണമെങ്കിൽ കൺസ്യൂമർ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഹി ഹാസ് ടു സാക്രിഫൈസ് ഗുഡ് ടു. അദ്ദേഹത്തിന് രണ്ടാമത്തെ ഗുഡിനെ ത്യജിക്കേണ്ടതുണ്ട് അല്ലേ?
ഇനി ഇവിടെ ഗുഡ് 2 എണ്ണം വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നേരത്തെ പോലെ ഗുഡ് 3 എണ്ണം വാങ്ങാൻ കഴിയില്ല. ഇത് കൂടുതൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വരുമാനത്തിന് പരിധി ഉള്ളതുകൊണ്ട് ഇത് കൂടുതൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഗുഡ് കൂടുതൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഗുഡിന്റെ അളവ് എന്ത് ചെയ്യേണ്ടി വരുന്നു, കുറയ്ക്കേണ്ടി വരുന്നുണ്ട്. ഹി ഹാസ് ടു സാക്രിഫൈസ്, അദ്ദേഹത്തെ ത്യജിക്കണം. ഒന്നാമത്തെ ഗുഡ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഗുഡിനെ ത്യജിക്കേണ്ടി വരുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു ഒന്നാമത്തെ ഗുഡിൽ വരുന്ന വ്യത്യാസം നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഡെൽറ്റ x1. ഒന്നാമത്തെ ഗുഡിൽ വരുന്ന ചേഞ്ച് എത്രയാണ്, x1ൽ വരുന്ന വ്യത്യാസം എത്രയാണ്, ഡെൽറ്റ x1. ഇങ്ങനെ ഇവിടെ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരുന്നു, ഇവിടെ ഇത്രയും ഏരിയ കണ്ടില്ലേ, ഈ ഒരു ഏരിയ, ഇത്രയും ഏരിയ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കേണ്ടതുണ്ട്. ഇവിടെ 3 ഉള്ളത് 2 മാറുന്നുവെങ്കിൽ 3 എന്നുള്ളത് 2 കുറയുന്നു. 1 എന്നുള്ളത് 2 കൂടുമ്പോ കൂടണം എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഗുഡ് 3 എന്നുള്ളത് എന്ത് ചെയ്യേണ്ടി വരുന്നു, 2 കുറയേണ്ടി വരുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡെൽറ്റ ഇവിടെ x1 കൊടുത്തതുകൊണ്ട് x2 നോക്കാം. ഡെൽറ്റ x2, ഇത് ഡെൽറ്റ x1, ഇവിടെ ഡെൽറ്റ x2. ഡെൽറ്റ x1ൽ വന്ന വ്യത്യാസം, ഡെൽറ്റ x2ൽ വന്ന വ്യത്യാസം. ഇതാണ് എന്ത് തീരുമാനിക്കുന്നത്, അതിന്റെ ചെരിവ്. അതുകൊണ്ട് ചെരിവിന് സമവാക്യം എഴുതാനുള്ളത് ഇങ്ങനെയാണ്, ഡെൽറ്റ x2 ഡിവൈഡ് ബൈ ഡെൽറ്റ x1 ഈസ് ഈക്വൽ ടു മൈനസ് P1 ഡിവൈഡ് ബൈ P2. ചെരിവ് എങ്ങനെ കാണാം, ഡെൽറ്റ x2 ഡിവൈഡ് ബൈ ഡെൽറ്റ x1, ഇതാണ് ചെരിവ്, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് P1 ഡിവൈഡ് ബൈ P2, മൈനസ് P1 ഡിവൈഡ് ബൈ P2. എന്തുകൊണ്ടാണ് ഇത് നെഗറ്റീവ് ആയത്, മൈനസ് P1 P2 നെഗറ്റീവ് ആയ കാരണം ദ സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ ഈസ് നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ ഡിക്രീസിംഗ് ആണ്, ഡിമിനിഷിംഗ് ആണ്. ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവെന്ന് പറയുന്നത് ഡിമിനിഷ് ചെയ്യുന്നതുകൊണ്ടാണ്, ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് വന്നത്, ഇവിടെ നെഗറ്റീവ് വന്നത്. അപ്പോ ബഡ്ജറ്റ് ലൈൻ എന്തുകൊണ്ടാണ് ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആയത്, അങ്ങനെ ചോദിക്കാം. എന്തുകൊണ്ടാണ് ബഡ്ജറ്റ് ലൈൻ ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആയത്, അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. വൈ ബഡ്ജറ്റ് ലൈൻ ഈസ് എ ഡൗൺവാർഡ് സ്ലോപ്ഡ് കർവ്. എന്തുകൊണ്ടാണ് ബഡ്ജറ്റ് ലൈൻ ഡൗൺവാർഡ് സ്ലോപ്പ് ആയത്, അതിന്റെ ഒരു കാരണം ബിക്കോസ് ഓഫ് നെഗറ്റീവ് പ്രൈസ് റേഷ്യോ. അതിന്റെ കാരണം പറയുന്നു, ഒന്നിതാണ് പ്രൈസ് റേഷ്യോ നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഇത് ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആയത്. എന്തുകൊണ്ടാണ് ഇത് നെഗറ്റീവ് ആയത്, അല്ലെങ്കിൽ ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആയത്, അതിന്റെ കാരണം പറയുന്നത് ബിക്കോസ് ഓഫ് നെഗറ്റീവ് പ്രൈസ് റേഷ്യോ നെഗറ്റീവ് ആയതുകൊണ്ടാണ് ബഡ്ജറ്റ് ലൈൻ എന്തായത്, ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആയത്. ബഡ്ജറ്റ് ലൈൻ ഈസ് ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ബിക്കോസ് ഓഫ് നെഗറ്റീവ് പ്രൈസ് റേഷ്യോ. ഒരു കാരണം അത് പറയാം, എന്തുകൊണ്ടാണ് സ്ലോപ്പ് ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആയത്. ഒന്നാമത്തെ കാരണം എന്താ പറഞ്ഞത്, പ്രൈസ് റേഷ്യോ നെഗറ്റീവ് ആയതുകൊണ്ട്, ബിക്കോസ് ഓഫ് നെഗറ്റീവ് പ്രൈസ് റേഷ്യോ. മറ്റൊരു കാരണം നമുക്ക് പറയാൻ പറ്റുക, ബഡ്ജറ്റ് ലൈൻ ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആവാനുള്ള രണ്ടാമത് കാരണം നമ്മൾ പറയാം, കൺസ്യൂമർ ഹാസ് ടു സാക്രിഫൈസ് ഗുഡ്സ് ടു അച്ചീവ് അനദർ ഗുഡ്. Consumer has to sacrifice one good to achieve another good. Consumer has to sacrifice one good to achieve another good. ഒരു ഗുഡ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ഗുഡിന് എന്ത് ചെയ്യണം, സാക്രിഫൈസ് ചെയ്യണം, ഒഴിവാക്കേണ്ടി വരും. ഇവിടെ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗുഡ് എന്ത് ചെയ്യേണ്ടി വരുന്നു, ത്യജിക്കേണ്ടി വരുന്നു, ഒഴിവാക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായി മാറിയത്, ഒരു ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആവാനുള്ള കാരണം. രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത്, ഒന്ന് പ്രൈസ് റേഷ്യോ നെഗറ്റീവ് ആണ്, രണ്ടാമത്തത് ഒന്ന് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ഗുഡിനെ എന്ത് ചെയ്യേണ്ടി വരുന്നു, ഒഴിവാക്കേണ്ടി വരുന്നു, ത്യജിക്കേണ്ടി വരുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് എന്തായത്, ഈ ഒരു ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് സ്ലോപ്പ് അല്ലെങ്കിൽ ഡൗൺവാർഡ് സ്ലോപ്പ് ആവാനുള്ള കാരണം.
ഓക്കെ. അപ്പോ ബഡ്ജറ്റ് ലൈൻ നോക്കുക, അതിന്റെ ചെരിവ് കാണുന്ന സമവാക്യം. ചെരിവ് കാണുമ്പോൾ അതിന്റെ ഇക്വേഷൻ ഇതാണ്, -P1/P2. സ്ലോപ്പ് ദാറ്റ് ഈസ് ഡെൽറ്റ x2 ഡിവൈഡ് ബൈ ഡെൽറ്റ x1. x2 വന്ന വ്യത്യാസം ഡിവൈഡ് ബൈ x1 വന്ന വ്യത്യാസം ഈസ് ഈക്വൽ ടു -P1/P2. -P1/P2. P1 എന്നാൽ പ്രൈസ് ഓഫ് ഫസ്റ്റ് ഗുഡ്, ഒന്നാമത്തെ ഗുഡിന്റെ വില. P2 എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് സെക്കൻഡ് ഗുഡ്, രണ്ടാമത്തെ വസ്തുവിന്റെ വില. ഇതിനെ P1/P2 നമ്മൾ വിളിക്കുന്ന പേര് പ്രൈസ് റേഷ്യോ എന്നാ വിളിക്കുക, വില അനുപാതം. P1/P2 പ്രൈസ് റേഷ്യോ എന്നാ വിളിക്കുക, വില അനുപാതം. പ്രൈസ് റേഷ്യോ ഈസ് നെഗറ്റീവ്, വില അനുപാതം എങ്ങനെയാ, നെഗറ്റീവ് ആണ്, മൈനസ് ആണ്. അതുകൊണ്ട് മൈനസ് എന്നാ ഒരിക്കലും മറക്കരുത്, -P1/P2. -P1/P2. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കും. M is equal to 20, P1 is equal to 2, P2 is equal to 4. Find the slope of the budget line. ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവ് കാണുക, P1 to P2 4. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ ചെരിവ് കാണുക? P1 സ്ഥാനത്ത് 2 മൈനസ് ആണ്, -2 ഡിവൈഡ് ബൈ P2 സ്ഥാനത്ത് 4 -0.5. -2/4 എഴുതിയാലും മതി, ഏതായാലും ഇത് ചെയ്യാൻ പറ്റുന്നത് ആയതുകൊണ്ട് ചെയ്തതേ ഉള്ളൂ. -0.5. ഇതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. സ്ലോപ്പ് കാണാൻ ഈസിയാണെന്ന് തോന്നുന്നു. P1 8, P2 4. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് കാണുക, P1 8, P2 4. എങ്ങനെ കിട്ടുക? is equal to -8 divided by 4 is equal to -2. സ്ലോപ്പ് കാണുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എളുപ്പമാണ്, ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. അപ്പോ സ്ലോപ്പ് എന്ന് പറയുന്നത് ബഡ്ജറ്റിന്റെ ചെരിവ് കാണുന്ന സമവാക്യം എന്തായിരുന്നു, -P1 ഡിവൈഡ് ബൈ P2. മനസ്സിലായി എന്ന് വിചാരിക്കുക. വീണ്ടും ബഡ്ജറ്റ് ലൈനിലേക്ക് വരാം. ബഡ്ജറ്റ് ലൈൻ നമ്മൾ വരച്ചു. ഇവിടെ ഒന്നാമത്തെ വസ്തുവിനെ അടയാളപ്പെടുത്തി, ഇവിടെ രണ്ടാമത്തെ വസ്തുവിനെ അടയാളപ്പെടുത്തി. ഇതാണ് A മുതൽ B വരെ. ഇതാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ബഡ്ജറ്റ് ലൈൻ സൂചിപ്പിച്ചു എത്രയാണോ നമ്മുടെ കയ്യിലുള്ള വരുമാനം, ആ 20 രൂപയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രണ്ട് സാധനങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തതിന്റെ വില 2 രൂപയും രണ്ടാമത്തതിന്റെ വില 4 രൂപയുമാകുമ്പോൾ നമുക്ക് പരമാവധി ഒന്നാമത്തെയും രണ്ടാമത്തെയും സാധനങ്ങളിൽ എത്ര വിലയാണ് വാങ്ങാൻ പറ്റുന്നത്? ഇപ്പൊ ഇവിടെ ഒന്നാമത്തെ സാധനത്തിന്റെ വില 2 രൂപയാണ്, 20 ആണ്. നമുക്ക് പരമാവധി വാങ്ങാൻ പറ്റുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാ? 10 അളവാണ് വാങ്ങുന്നത്. വരുമാനം 20 ആണ്, രണ്ടാമത്തതിന്റെ വില 4 രൂപയാണ്. നമുക്ക് വാങ്ങാൻ പറ്റുന്ന പരമാവധി ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാ? 5 ആണ്. അതേപോലെ നമ്മളെ കയ്യിലുള്ള മുഴുവൻ സംഖ്യയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു എങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ലൈനിൽ, ഈ ഒരു ബഡ്ജറ്റ് ലൈനിലെ പല പോയിന്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് അവിടെ നോക്കൂ, രണ്ടാമത്തെ സാധനം 2 വാങ്ങി. രണ്ടാമത്തെ സാധനം 2 വാങ്ങി. എത്ര രൂപയായി? 8 രൂപയായി. ബാക്കി എത്ര രൂപയുണ്ട്? 12 രൂപയുണ്ട്. 12 രൂപക്ക് ഒന്നാമത്തെ സാധനം 6 വാങ്ങി. 6, 2 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ എടുത്തു നോക്കൂ. ഇവിടെ 6 ആയിരിക്കും, നേരെ ഇവിടെ മാർക്ക് ചെയ്താൽ 2 ആയിരിക്കും. ഈ ഒരു കോമ്പിനേഷന്റെ പ്രത്യേകത, 6, 2 എന്ന് പറയുന്ന കോമ്പിനേഷന്റെ പ്രത്യേകത, നമ്മുടെ കയ്യിലുള്ള
മുഴുവൻ വരുമാനം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കോമ്പിനേഷൻ അല്ലാതെ വേറെയും കുറെ കോമ്പിനേഷനുകൾ ഉണ്ടാവും. മുഴുവൻ സംഖ്യയും നമ്മളുടെ കയ്യിലുള്ള 20 രൂപയും ഉപയോഗിച്ചുകൊണ്ട് 2 സാധനങ്ങൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഇവിടെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവുമല്ലോ. നമ്മളെ കയ്യിലുള്ള മുഴുവൻ സംഖ്യയും ഇവിടെ പ്രത്യേകത, ഒന്നാമത്തെ സാധനം നമ്മൾ മുഴുവൻ വാങ്ങുന്നു, രണ്ടാമത്തെ സാധനം ചെയ്യുന്നില്ല, മുഴുവൻ വാങ്ങുന്നില്ല. ഇവിടെയാണെങ്കിലോ ഒന്നാമത്തെ സാധനം വാങ്ങുന്നില്ല, രണ്ടാമത്തെ സാധനം മാത്രം വാങ്ങുന്നു. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ എത്രയാണ് വരുന്നത്, ഒന്നാമത്തെ സാധനം നമ്മൾ മാത്രം വാങ്ങുന്നു, രണ്ടാമത്തേത് വാങ്ങുന്നില്ല. അപ്പോ നമ്മളെ കയ്യിലുള്ള മുഴുവൻ സംഖ്യയും നമ്മൾ ഉപയോഗിച്ച് വാങ്ങുന്നു എങ്കിൽ m/p1 m 20/p1 2 സമം 10. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 10 എണ്ണം വാങ്ങുന്നു. അപ്പൊ ഇവിടെ ഉള്ള കോമ്പിനേഷൻ എങ്ങനെയാ, 10 0. ഇതേപോലെ മുമ്പ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാ വരിക, ഇവിടെ 0 5, ഒന്നാമത്തത് 0, രണ്ടാമത്തേത് 5 എണ്ണം വാങ്ങുന്നു. എന്തായി, മുഴുവൻ പണവും നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ മുഴുവൻ പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വാങ്ങുന്ന കോമ്പിനേഷനുകളെ കൂട്ടിയോജിപ്പിച്ചാണ് ഏത് വരച്ചിട്ടുള്ളത്, ഈ ഒരു ബഡ്ജറ്റ് ലൈനിനെ നമ്മൾ വരച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ഒരു കോൺസെപ്റ്റാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് ലൈനിന്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ്, തൽക്കാലം ഞാൻ ഈ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുന്നു. ആ അടയാളപ്പെടുത്തിയ പോയിന്റിന് കെ എന്ന പേര്. എന്തായിരിക്കും കെയുടെ അവസ്ഥ? നമുക്കത് വാങ്ങാൻ പറ്റുന്നതാണോ, വാങ്ങാൻ പറ്റാത്തതാണോ? എത്ര വരെ വാങ്ങാൻ പറ്റും? ഈ ഒരു ബഡ്ജറ്റ് ലൈൻ വരെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന, അപ്പൊ അതിന്റെ താഴെയുള്ള ഏതൊരു ഏരിയയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്, വാങ്ങാൻ പറ്റുന്നത് തന്നെയാണ്. ഈ ഒരു ബഡ്ജറ്റ് ലൈനിന്റെ താഴെയുള്ള ഏതൊരു പോയിന്റ്, ഇപ്പൊ തൽക്കാലം ഇവിടെയാണെങ്കിൽ 1 3 നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ബണ്ടിലല്ലേ അത്. ഒന്നാമത്തെ കൊണ്ട് 1 വാങ്ങുന്നു, രണ്ടാമത്തത് 3 എണ്ണം വാങ്ങുന്നു, നമുക്ക് വാങ്ങാൻ പറ്റുന്ന. അപ്പൊ ഈ ഒരു ബഡ്ജറ്റ് ലൈനിന്റെ താഴെയുള്ള ഒരു ബണ്ടിലാണ് നമ്മൾ സെലക്ട് ചെയ്തതെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളെ കയ്യിൽ 20 രൂപയുണ്ട്. ആ 20 രൂപ മുഴുവൻ ചെലവഴിക്കാതെ അതിൽ നിന്ന് കുറച്ച് പണം മാത്രമേ നമ്മൾ ചെലവഴിക്കുന്നുള്ളൂ എന്നർത്ഥം. ബാക്കി നമ്മളെ കയ്യിൽ പൈസ വെക്കുന്നുണ്ട്. നമ്മള് മൈക്രോ എക്കണോമിക്സിലെ 1ാമത്തെ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യം, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. അനന്തമായ ആഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. ഒരുപാട് സാധനങ്ങൾ നമ്മൾ കൺസ്യൂം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണം എന്ത് ചെയ്യണം, ഉപയോഗിക്കുകയാണ്, ചെലവഴിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ റാഷണലായ, ബുദ്ധിയുള്ള, യുക്തിബോധമുള്ള ഒരു ഉപഭോക്താവ് അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് പണമാണുള്ളത്, ആ പണത്തിൽ നിന്ന് മുഴുവൻ ചെലവഴിക്കുന്നതിന് പകരം ചെലവഴിക്കാതെ ബാക്കി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കെ എന്ന് പറയുന്ന ഈ ഒരു ബണ്ടിൽ 13 എന്ന് പറയുന്ന ബണ്ടിലിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇറ്റ് ഈസ് എ ഇൻഫീരിയർ ബണ്ടിൽ. അതിന് നമ്മൾ വിളിക്കുന്ന പേര് ഇൻഫീരിയർ ആണ്. നമുക്ക് അതിലേറെ ആഗ്രഹം ഉണ്ടായിട്ടും നമ്മൾ അത്രയൊന്നും വാങ്ങാതെ വളരെ കുറച്ച് മാത്രം വാങ്ങുന്നുവെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേര് ഇൻഫീരിയർ ബണ്ടിൽ എന്നാണ്. നമ്മൾ നമ്മുടെ കയ്യിൽ പണമുണ്ടായിട്ട് സാധനങ്ങൾ വാങ്ങാതെ നമ്മൾ സൂക്ഷിക്കുന്നുവെങ്കിൽ, പണം സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ നോക്കൂ, മുഴുവൻ പണം ഉപയോഗിക്കാതെയുള്ള നമ്മളുടെ കൺസംഷനെ നമ്മൾ പറയുന്നത് ഇൻഫീരിയർ ബണ്ടിൽ എന്നാണ്. അപ്പൊ നമ്മൾ എവിടെയാ കൺസംഷൻ നടത്തേണ്ടത്? ഒരു റാഷണലായ കൺസ്യൂമർ ആണെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങൾ അയാൾക്കുണ്ട്, എല്ലാ ആഗ്രഹവും നിറവേറ്റാൻ അയാളുടെ കയ്യിൽ പണമില്ല. അങ്ങനെയാണെങ്കിൽ മുഴുവൻ പണവും നമ്മൾ എന്ത് ചെയ്യും, ചെലവഴിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ കൺസ്യൂമർ, if a consumer consume below the budget line, such bundle is known as inferior bundle. കൺസ്യൂമർ ബഡ്ജറ്റ് ലൈനിന്റെ താഴെയുള്ള ഒരു ബണ്ടിലാണ് സെലക്ട് ചെയ്തതെങ്കിൽ അങ്ങനെയുള്ള ബണ്ടിലിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻഫീരിയർ ബണ്ടിൽ എന്നാണ്. ഇഫ് ദ കൺസ്യൂമർ കൺസ്യൂം ഓൺ ദി ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് ലൈനിലാണ് കൺസംഷൻ നടത്തുന്നതെങ്കിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു 6.2 കൺസംഷൻ നടത്തുന്നതെങ്കിൽ, 0.5 കൺസംഷൻ നടത്തുന്നതെങ്കിൽ
10-0 കൺസംഷൻ നടത്തുന്നെങ്കിൽ ഓൺ ദി ബഡ്ജറ്റ് ലൈൻ ആണെങ്കിൽ ഇഫ് ദ കൺസ്യൂമർ കൺസ്യൂം ഓൺ ദി ബഡ്ജറ്റ് ലൈൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് എഫിഷ്യന്റ് ബണ്ടിൽ. ഇവിടെയുള്ള ഈ ഒരു ബണ്ടിലിനെ നമ്മൾ എന്താ വിളിക്കുക? കൺസ്യൂമർ ബഡ്ജറ്റ് ലൈനിലാണ് കൺസംഷൻ നടത്തുന്നതെങ്കിൽ ബഡ്ജറ്റ് ലൈനിലുള്ള ബണ്ടിലിനെ, ബണ്ടിൽ ഓൺ ദി ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് ലൈനിലുള്ള ബണ്ടിലിനെ വിളിക്കുന്ന പേര് എഫിഷ്യന്റ് ബണ്ടിൽ. എഫിഷ്യന്റ് ആയ കാര്യക്ഷമമായ ബണ്ടിൽ, എഫിഷ്യന്റ് ആയ ബണ്ടിൽ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ തൽക്കാലം ഇതിന് എൽ എന്ന പേര് കൊടുക്കാം. എൽ എന്ന് പറയുന്നിടത്ത് നോക്കൂ, നമുക്ക് ഒരു പോയിന്റ് സാധനങ്ങൾ ഉണ്ടാവാലോ അല്ലെ. ഇപ്പൊ ഒന്നാമത്തേത് ഒരു 12, രണ്ടാമത്തേത് ഒരു 8. ഇങ്ങനത്തെ ഒരു ബണ്ടിലിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഒന്നാമത്തെ കുട്ടി 12ഉം രണ്ടാമത്തെ കുട്ടി 8ഉം. നമുക്ക് ഒന്നാമത്തെ കുട്ടി മാക്സിമം എത്ര വാങ്ങാൻ പറ്റുക? 10. രണ്ടാമത്തെ കുട്ടി മാക്സിമം എത്ര വാങ്ങാൻ പറ്റുക? 5. അതിനപ്പുറമുള്ള ഒരു കുട്ടി 12, 8 ആർക്കും തരികയാണെങ്കിൽ വേണ്ടെന്ന് പറയും. നമുക്ക് അത്ര 10 കിട്ടുള്ളൂ. 12 തരാന്ന് പറയുമ്പോ രണ്ടാമത്തെ കുട്ടി 5 കിട്ടുള്ളൂ. 8 തരാന്ന് പറയുമ്പോ കൂടുതൽ തരുമ്പോ എനിക്ക് വേണ്ടെന്ന് ആരും പറയില്ലല്ലോ. നമുക്കത് സംതൃപ്തി കൂടുതൽ നിൽക്കുന്ന കാര്യമല്ലേ. പക്ഷെ അതെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നിലവിലുള്ള വരുമാനം ഉപയോഗിച്ച് വാങ്ങാൻ പറ്റുന്ന ഫുഡല്ല. അപ്പൊ അതുകൊണ്ട് എ കോമ്പിനേഷൻ, എ ബണ്ടിൽ എബവ് ദ ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് ലൈനിന്റെ മുകളിലുള്ള ഒരു ബണ്ടിൽ, റൈറ്റ് സൈഡ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് ലൈനിന്റെ വലതു ഭാഗത്തുള്ള, അത് എവിടെയാണ്? ഇവിടെയോ ഈ ഒരു ബഡ്ജറ്റ് ലൈനിന്റെ വലതു ഭാഗത്തുള്ള ഒരു ബണ്ടിൽ, ഇറ്റ് ഷോസ് പ്രിഫേർഡ് ബണ്ടിൽ. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്രിഫർ ചെയ്യുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ബണ്ടിൽ എന്നാണ്. സോ എ ബണ്ടിൽ എബവ് ദ ബഡ്ജറ്റ് ലൈൻ ഈസ് നോൺ ആസ് പ്രിഫേർഡ് ബണ്ടിൽ. അതിനെ വിളിക്കുന്ന വേറെ പേര് സുപ്പീരിയർ ബണ്ടിൽ എന്ന് വിളിക്കാറുണ്ട്. പ്രിഫേർഡ് അല്ലെങ്കിൽ സുപ്പീരിയർ. അപ്പോ എൽ എന്ന് പറയുന്ന ബണ്ടിൽ എന്താ കാണിക്കുന്നത്? എൽ ഷോസ് പ്രിഫേർഡ് ഓർ സുപ്പീരിയർ ബണ്ടിൽ. ദെൻ ഇവിടുത്തെ നമ്മൾ പേര് കൊടുത്തിരുന്നില്ല അല്ലെ. ഓൺ ദി ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് ലൈനിലുള്ള ഒരു ബണ്ടിൽ ഞാൻ തൽക്കാലം എം എന്ന് പേര് എടുക്കാം. എം ഷോസ്, എം എന്ന് കാണിക്കുന്നത് എഫിഷ്യന്റ് ബണ്ടിൽ. ദെൻ കെ ഷോസ്, കെ കാണിക്കുന്നത് ഇൻഫീരിയർ ബണ്ടിൽ. കെ ഇൻഫീരിയർ ബണ്ടിൽ, എം എം എഫിഷ്യന്റ് ബണ്ടിൽ ആൻഡ് എൽ സുപ്പീരിയർ ഓർ പ്രിഫേർഡ്. കെ എന്ന് പറയുന്നത് ഇൻഫീരിയർ ആയ ഒരു ബണ്ടിലായി പറയുന്നു. അത് ബിലോ ദ ബഡ്ജറ്റ് ലൈൻ ആണ്. ബഡ്ജറ്റ് ലൈനിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഇടത് ഭാഗത്തുള്ളൊരു പോയിന്റ് ആണ്. ബഡ്ജറ്റ് ലൈനിന്റെ താഴെയുള്ള ഒരു ബണ്ടിലിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻഫീരിയർ ബണ്ടിൽ എന്ന് വിളിക്കുന്നു. ഓൺ ദി ബഡ്ജറ്റ് ലൈൻ, എ ബണ്ടിൽ ഓൺ ദി ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് ലൈനിലുള്ള ഒരു ബണ്ടിലിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? അതിനെ എഫിഷ്യന്റ് ആയ കാര്യക്ഷമമായ ഒരു ബണ്ടിൽ എന്ന് വിളിക്കുന്നു. ദെൻ എ ബണ്ടിൽ എബവ് ദ ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് ലൈനിന്റെ മുകളിലുള്ള വലതു ഭാഗത്തുള്ള ബണ്ടിൽ, എൽ എന്ന് പറയുന്ന ഈ ഒരു ബണ്ടിലിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? സുപ്പീരിയർ ആയ ബണ്ടിൽ അല്ലെങ്കിൽ പ്രിഫേർഡ് ആയ ബണ്ടിൽ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ബഡ്ജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട് 3 ബണ്ടിലുകൾ നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻഫീരിയർ ആയ ബണ്ടിൽ എന്താണ്, രണ്ടാമത്തത് എഫിഷ്യന്റ് ആയ ബണ്ടിൽ എന്താണ്, മൂന്നാമത് സുപ്പീരിയർ ആയ അല്ലെങ്കിൽ പ്രിഫേർഡ് ആയ ബണ്ടിൽ എന്തെല്ലാമാണ്. ഈ 3 കോൺസെപ്റ്റുകൾ നമ്മൾ ചർച്ച ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ നമ്മുടെ നിലവിലുള്ള വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും സാധനങ്ങൾ എത്ര വരെയാണ് വാങ്ങാൻ കഴിയുക എന്ന് കാണിക്കുന്ന ഒരു നേർരേഖയാണ് എന്ത് വിളിച്ചത്? ബഡ്ജറ്റ് ലൈൻ എന്ന് വിളിച്ചത്. ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവിന്റെ കാരണം എന്താണെന്നുള്ളത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫ്ലോപ്പ് എന്താണെന്നുള്ളതും ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബഡ്ജറ്റ് ലൈനിൽ വരുന്ന വ്യത്യാസങ്ങളെ കുറിച്ച് കൂടെ ചർച്ച ചെയ്താൽ ഏകദേശം ബഡ്ജറ്റ് ലൈൻ എന്നുള്ള പറയുന്ന ഏരിയ അവസാനിപ്പിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എന്താണ് ബഡ്ജറ്റ് ലൈനിൽ വരുന്ന വ്യത്യാസങ്ങൾ, ബഡ്ജറ്റ് ലൈനിൽ ഈ ഒരു ബഡ്ജറ്റ് ലൈനിൽ വല്ല മാറ്റങ്ങളും ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ.